മാനന്തവാടി ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി OR കേളു നാമനിർദ്ദേശ പത്രിക നൽകി. കണിയാരം കത്തീഡ്രൽ പള്ളി ഹാളിൽ നടന്ന കൺവെൻഷന് ശേഷം പ്രവർത്തകരും ഒന്നിച്ച് പ്രകടനമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരണാധികാരിക്ക് മുന്നിലേക്ക് OR കേളു എത്തിയത്. മാനന്തവാടി നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥിയായി OR കേളു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ സബ് കളക്ടർ അതുൽ സാഗറിന് മുൻപാകെ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയ പ്രകടനത്തിന് LDF നേതാക്കളായ EJ ബാബു, PV സഹദേവൻ, AN പ്രഭാകരൻ, CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ്, സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. OR കേളുവിന്റെ മണ്ഡലം കൺവെൻഷൻ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. വികസനത്തിന്റെ വിസ്മയം തീർത്ത LDFനെ മൂന്നാമതും ഭരണത്തിലേറ്റാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞെന്ന് PK ശ്രീമതി പറഞ്ഞു. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ എല്ലാം മനസ്സിൽ എന്തുണ്ടോ അത് തന്നെയാണ് സഖാവ് OR കേളു എന്ന് പറയാൻ എനിക്ക് സന്തോഷം. കേരളത്തിലുണ്ടായിട്ടുള്ള വിസ്മയകരമായ മാറ്റം ഇനി എങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കണ്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നണിയും പറയുന്നത് ഇതാണ്: LDF അല്ലാതെ മറ്റാരുണ്ട് ഇതെല്ലാം ചെയ്യാൻ? LDF അല്ലാതെ മറ്റാരും, മാനന്തവാടിയിൽ സഖാവ് കേളു അല്ലാതെ മറ്റാരും. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളുടെ മുൻനിരയിൽ വികസനത്തിന്റെ കാര്യത്തിൽ മാനന്തവാടിയെ എത്തിക്കാൻ OR കേളുവിന് സാധിച്ചുവെന്നും അവർ പറഞ്ഞു. 2 കൊല്ലം മന്ത്രിയായപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും എത്തി. വികസന തുടർച്ചയ്ക്കായാണ് LDF വോട്ട് തേടുന്നതെന്നും അവർ പറഞ്ഞു. OR കേളുവിന് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് കമ്മനത്തെ ജനങ്ങളാണ്. പെരുമഴക്കാലത്ത് ദിവസങ്ങളോളം പുഴയുടെ മറുകര താണ്ടാനാവാത്തതിന്റെ പ്രയാസമായിരുന്നു കമ്മനയിലും വള്ളിയൂർക്കാവിലുമുള്ളവർക്ക്. ഒരു വാഹനത്തിന് പോലും സുഗമമായി കടന്നുപോകാൻ സാധിക്കാത്ത പാലത്തിൽ മരണഭയത്തോടെയായിരുന്നു സഞ്ചാരം. ആ പേടി ഇല്ലാതാക്കിയത് ഇടതുപക്ഷ സർക്കാരും OR കേളുവുമാണ്. തങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ നല്ല പാലമൊരുക്കിയതിന്റെ സന്തോഷം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നാട്ടുകാർ മറന്നില്ല. കൈരളി ന്യൂസ്, വയനാട്.